ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രോണിക്സിന്റെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ തന്നെ ഇപ്പോൾ നമ്മുടെ എല്ലാം വീട്ടിൽ ഒരുപാട് അത്യാവശ്യമുള്ള ഒരു സാധനമാണ് അല്ലേ, മോസ്കിറ്റോ ബാറ്റ്. ഭയങ്കര കൊതുക് ശല്യമായിരിക്കുമല്ലോ എല്ലായിടത്തും തന്നെ മഴ പെയ്തു, അതുകൊണ്ട് തന്നെ നല്ല കൊതുക് ശല്യമായിരിക്കും. അപ്പോൾ നമുക്ക് പല വിധത്തിൽ പല മോഡലിലുള്ള മോസ്കിറ്റോ നെറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. വാറണ്ടി ഉള്ളതും വാറണ്ടി ഇല്ലാത്തതുമായിട്ടുള്ള ഐറ്റംസ്, അതായത് 230 രൂപ തൊട്ടുള്ള മോസ്കിറ്റോ ബാറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. റീചാർജബിൾ മോസ്കിറ്റോ ബാറ്റ്. അപ്പോൾ ഇത് വാറണ്ടി ഇല്ലാത്ത ഒരു ഐറ്റമാണ്. പിന്നെ നമുക്ക് വാറണ്ടി ഉള്ളത് ഒരു 3-4 ഐറ്റം ഉണ്ട്. അതിൽ ഒരെണ്ണം ഇതാണ്, 1 ഇയർ വാറണ്ടി വരുന്നതുണ്ട്, 590 രൂപയുടെ. പിന്നെ വന്നിരിക്കുന്നത് 6 മന്ത് വാറണ്ടി ഉള്ളത്, ഇതിൻ്റെ റേറ്റ് വരുന്നത് 595 രൂപ. പിന്നെ എവറഡിയുടെ ഉണ്ട്, ഇതും 6 മന്ത് വാറണ്ടിയാണ്, റേറ്റ് വരുന്നത് 750 രൂപ. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനൊരു സ്റ്റാൻഡ് കൂടെ കിട്ടും. അപ്പോൾ നമുക്ക് രാത്രി സമയത്ത് ഈ സ്റ്റാൻഡിലേക്ക് ഈ ബാറ്റ് ഓൺ ആക്കി വെച്ചിരുന്ന് അങ്ങ് നമുക്ക് പ്ലേസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു LED തെളിയും, ബ്ലൂ നിറത്തിലൊരു LED തെളിയും. എന്നിട്ട് നമ്മൾ രാത്രിയിൽ ഈ സ്റ്റാൻഡിലോട്ട് ഓൺ ആക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ കൊതുക് തന്നെ ആ ഒരു നീല വെളിച്ചം കാണുമ്പം കൊതുക് അതിലേക്ക് വന്ന് കയറി അങ്ങനെ നമുക്ക് എളുപ്പമുണ്ട്. നൈറ്റിലൊക്കെ യൂസ് ചെയ്യാൻ എളുപ്പമുണ്ട്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെ ഉള്ളിടത്ത്. അപ്പോൾ എനിക്ക് ഈ കാര്യം ഇത് പറയുന്ന കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ പരമാവധി മറ്റേ ലിക്വിഡ് ആയിട്ടുള്ള മോസ്കിറ്റോ, കൊതുകിനെ കൊല്ലാൻ വേണ്ടി ലിക്വിഡ്സ് ഒക്കെ യൂസ് ചെയ്യില്ല, പരമാവധി അതൊക്കെ അവോയ്ഡ് ചെയ്യുക കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികളുള്ളിടത്ത്, അലർജിക് റിയാക്ഷൻസ് ഉള്ളവരുള്ള വീട്ടിൽ, അതുപോലെ തന്നെ പ്രായമായവരുള്ളവർ. കാരണം അതൊക്കെ ഭയങ്കര നമുക്ക് ലങ്സിനൊക്കെ ഭയങ്കര റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഐറ്റമാണ്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. കാരണം ഞാനൊരു സ്റ്റാഫ് നേഴ്സ് ആയിരുന്നു, അപ്പോൾ ഞാനങ്ങനെ ഒരുപാട് കേസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പരമാവധി അങ്ങനത്തെ ലിക്വിഡ്, അതുപോലെ കത്തിച്ച് വെക്കുന്ന കൊതുക് തിരി, അതൊക്കെ പരമാവധി ഒഴിവാക്കുക. ഇതുപോലത്തെ മോസ്കിറ്റോ ബാറ്റുകളൊക്കെയാണ് നമുക്ക് എപ്പോഴും സേഫ്. ഇപ്പം നമ്മൾ കൈ വീശിയൊക്കെ ഒന്ന് കൊതുകിനെ അടിക്കണം എന്നൊക്കെ ഉള്ളൂ, എന്നാലും നമ്മുടെ ഹെൽത്ത് ആണല്ലോ വലുത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് വന്ന മോസ്കിറ്റോ ബാറ്റുകൾ. പിന്നെ പറ്റുന്നവരൊക്കെ മോസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കുക. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഇത് കാർ USB ആണേ. അപ്പോൾ അതിൻ്റെ 2 മോഡൽ ഇന്ന് വന്നിട്ടുണ്ട്. ചെറിയ ടൈപ്പാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ഓട്ടോറിക്ഷയിലൊക്കെ വെക്കാൻ വേണ്ടി നല്ല ഒരു പ്രോഡക്റ്റ് ആണേ. അധികം സൈസ് ഇല്ല, അത് ഇത്രയേ ഉള്ളൂ വലിപ്പം. അപ്പോൾ ഫങ്ഷൻസ് ഒക്കെ എല്ലാം നമ്മുടെ വലിയ കാർ USB പോലെ തന്നെ എല്ലാ ഫങ്ഷൻസും ഉണ്ട്. റിമോട്ടുണ്ട്, USB കുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്, മെമ്മറി കാർഡിനുള്ള ഓപ്ഷൻ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ട്. എല്ലാ ഫങ്ഷൻസും എല്ലാം സെയിം ആണ്, സൈസ് ചെറുതാണെന്നേ ഉള്ളൂ. ഇതൊരു മോഡല്. പിന്നെ അല്പം നീളത്തിലുള്ള ഒരു മോഡൽ വന്നിട്ടുണ്ട്. ഈ ചെറുതിന് എത്രയായിരുന്നു റേറ്റ്? 750. ഈ ചെറുതിൻ്റെ റേറ്റ് വരുന്നത് 700 രൂപയാണ്. ഇതും ഓൾമോസ്റ്റ് ആ ഒരു റേറ്റ് ഒക്കെയാണ് വരുന്നത്, 700, 750 ആ ഒരു റേഞ്ചിൽ വരുന്നത്. അത് ഇങ്ങനത്തെ, അതായത് നമ്മുടെ സാധാരണ കാർ USB പോലെ തന്നെ ആ ഫ്രണ്ട് പാനൽ പോലെ അത്രയും വലിപ്പമുള്ളൂ. ഇതും എല്ലാ ഓപ്ഷൻസും ഒക്കെ സെയിം തന്നെയാണ്. ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ട്, USB കുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്, മെമ്മറി കാർഡിനുള്ള ഓപ്ഷൻ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, റിമോട്ട് ഉണ്ട്, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. സൈസ് ചെറുതാണെന്നേ ഉള്ളൂ, അതായത് നമ്മുടെ ഓരോ വാഹനങ്ങൾക്കനുസരിച്ച് വയ്ക്കാനുള്ള ഒരു സൈസ് എന്നാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ബാറ്ററി വന്നിരിക്കുന്നത് ഇത് 3.7 2400 mAh ടോർച്ചിൻ്റെ ബാറ്ററിയാണ്. അതുപോലെ ഇത് കണ്ടോ, ഈ ചെറിയ ടോയ്സിന്, അതുപോലെ ചെറിയ എമർജൻസി ലൈറ്റ്, ചില മോസ്കിറ്റോ ബാറ്റ്, അതിനൊക്കെ വരുന്ന റീചാർജബിൾ ബാറ്ററിയാണിത്. അപ്പം ഇതിൻ്റെ പല വലുപ്പമുണ്ട്. അതുപോലത്തെ പല വലുപ്പത്തിലുള്ള ബാറ്ററികളാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു സ്മോൾ സൈസ്. അപ്പോൾ ഇതിൻ്റെ ഒരു വാല്യൂ വരുന്നത് 4 വോൾട്ട് ആണ്, 0.5 ആംപിയർ. ഇതെല്ലാം 4 വോൾട്ട് ആണ് വരുന്നത്. ആംപിയറിന് വ്യത്യാസമുണ്ട്. ഇത് 1 ആംപിയർ വരും, ഇത് 4 വോൾട്ട് 2 ആംപിയർ വരും. പിന്നെ ഇത് കുറച്ചുകൂടെ നീളമുള്ളത് 4 വോൾട്ട് 1.5 ആംപിയർ. അപ്പോൾ ഇത് ഒരു 50 രൂപ തൊട്ടാണ് ഇതിൻ്റെയൊക്കെ ഒരു റേറ്റ് വരുന്നത്. നമ്മൾ റീചാർജ് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെയുള്ള ചെറിയ എക്യുപ്മെൻറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്ന റീചാർജബിൾ ബാറ്ററിയാണിത്. പിന്നെ നമുക്ക് കുറേ റിമോട്ട് ഐറ്റംസ് ഒക്കെ ഇന്ന് വന്നിട്ടുണ്ട്. ഇത് മിക്സൺ എന്ന് പറയുന്ന TV-യുടെ റിമോട്ട്. പിന്നെ ഇത് സ്യൂട്ടബിൾ ഫോർ ക്രോമ, ഫോർടെക്സ്, ഡിക്സോൺ, അങ്ങനെ കുറേ TV-കൾക്ക് പറ്റിയിട്ടുള്ള ഒരു മോഡലാണ്. പിന്നെ വന്നിരിക്കുന്ന ഒനിക്സ് TV-യുടെ റിമോട്ട്, അതുപോലെ തന്നെ ഇംപെക്സ് ആൻഡ്രോയിഡ് TV-യുടെ റിമോട്ട് വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ആമസോൺ ഫയർ സ്റ്റിക്ക് റിമോട്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, ആമസോൺ ഫയർ സ്റ്റിക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു 2-3 വേർഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഓരോന്നും തമ്മിൽ മാറ്റമുണ്ട്.
അപ്പോൾ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ റിമോട്ട് വാങ്ങാനായിട്ട് നിങ്ങൾ ഷോപ്പിൽ വരുവാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പഴയ റിമോട്ട് ഒന്നുകിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് വരിക. ഇനി നിങ്ങൾ എൻക്വയറി നടത്തി നമ്മൾ അയച്ചു തരാനാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ പഴയ റിമോട്ടിൻ്റെ ഫോട്ടോ അയച്ചു തരിക. അതാണ് നമുക്ക് ഇത് റിമോട്ട് സെലക്ട് ചെയ്യാനായിട്ട് എളുപ്പം. ഇനി നമുക്ക് LG AC റിമോട്ട് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ തരം AC റിമോട്ട് നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ പലതും പല ടൈപ്പ് ആയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളോട് പഴയ റിമോട്ട് അല്ലെങ്കിൽ റിമോട്ടിൻ്റെ ഫോട്ടോ കൊണ്ടുവരാൻ പറയുന്നത്. അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. പിന്നെ സൺ HD റിമോട്ട്, ഇതും AC റിമോട്ടാണ്. പിന്നെ വന്നിരിക്കുന്നത് ഇംബെക്സിൻ്റെ ആൻഡ്രോയിഡ് TV വേറൊരു റിമോട്ട്. ഇപ്പോൾ ഇംബെക്സ് TV എന്ന് പറഞ്ഞാൽ ഏത് TV ആണെങ്കിലും പല മോഡലുണ്ടല്ലോ. അപ്പോൾ ഓരോ മോഡലിനും ഓരോ റിമോട്ടൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് മൗസ് ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇത് ലാബ് കെയറിൻ്റെ, അതായത് വയറുള്ളതും വയർലെസ് ആയിട്ടുള്ള മൗസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വയർലെസ് ആണ്, ലാബ് കെയറിൻ്റെ മൗസാണ്. പിന്നെ വന്നിരിക്കുന്നത് സെബിയോൺ. അപ്പോൾ ഇതിൻ്റെ ഒന്നും റേറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ സാധനം വന്നതേ ഉള്ളൂ. റേറ്റ് ഇടുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് റേറ്റ് ഇതിനകത്ത് പറയാൻ പറ്റുന്നില്ല. അതായത് ഒരു 200 രൂപ തൊട്ട്, ഇപ്പോൾ വയറുള്ളതൊക്കെ ആണെങ്കിൽ ഒരു 200 രൂപ തൊട്ട് മൗസ് നമുക്ക് ഉണ്ട്. 200 രൂപ തൊട്ട് മേളിലേക്ക് വരും. പിന്നെ ഇത് വേറൊരു മോഡൽ. അങ്ങനെ 3 മോഡലാണ് ഇന്ന് വയർലെസ് വന്നിരിക്കുന്നത്. വയറുള്ള മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ 200 രൂപയാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഇത് കുറേ കേബിളുകളാണ്. HDMI കേബിളുകൾ വന്നിട്ടുണ്ട്, VGA കേബിളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കേബിളുകളൊക്കെ ഉണ്ടല്ലോ, ഇതിപ്പോൾ വന്നിരിക്കുന്ന 10 മീറ്ററിൻ്റെ HDMI കേബിള്, ഇത് VGA കേബിള് 10 മീറ്ററിൻ്റെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലെങ്ത് കുറഞ്ഞത് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം HDMI കേബിൾ ആണെങ്കിൽ 1.5 മീറ്റർ തൊട്ടുള്ളത് അവൈലബിൾ ആണ്. 1.5 മീറ്റർ, 3 മീറ്റർ, 5 മീറ്റർ, 10 മീറ്റർ, അങ്ങനെയാണ് അതിൻ്റെ ലെങ്ത് നമുക്ക് വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തരം കേബിളുകളും നമുക്ക് അങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു അളവ് വരുന്നത്. 1.5 തൊട്ട് 10 മീറ്റർ വരെ ഉള്ളതാണ് വരുന്നത്. ഇപ്പം മൈക്ക് കേബിൾ ആണെങ്കിലും HDMI, ഓക്സ് കോഡ്, AV കോഡ്, ഇതൊക്കെ അങ്ങനെയാണ് അതിൻ്റെ ഒരു ലെങ്ത് വരുന്നത്. ഇതൊക്കെ HDMIയുടെ 10 മീറ്റർ കേബിളുകളാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ARC കേബിളുകൾ അവൈലബിൾ ആണ് കേട്ടോ. അതും ഇങ്ങനെ തന്നെയാണ് ലെങ്ത് വരുന്നത്. 4K ARC കേബിളുകളും അവൈലബിൾ ആണ്. 1.5 മീറ്റർ തൊട്ട് 10 മീറ്റർ വരെയുള്ള ARC കേബിളുകളൊക്കെ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ക്ലാസ് D ആംപ്ലിഫയർ, ഇന്നും 2 മോഡൽ വന്നിട്ടുണ്ട്. TB21H AP05. അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്ന 1550, 1750 റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരെണ്ണത്തേൽ നമുക്ക് USB ഓപ്ഷനും കൂടെ ഉണ്ട്, ഒരെണ്ണത്തെ USB ഓപ്ഷൻ ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത്. പിന്നെ വലിപ്പത്തിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇത് ഇച്ചിരി വലുത്, ഇത് ഇച്ചിരി ചെറുതുമാണ്. വാട്ട്സ് ഒക്കെ വരുന്നത് 100 വാട്ട്സ് ആണ്. ഓക്സ്, ബ്ലൂടൂത്ത് അതൊക്കെ ഉണ്ട്. 2 ഉണ്ട്. ഓക്സും ബ്ലൂടൂത്തും നമുക്ക് 2 ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്ന് വന്ന കുറച്ച് കുട്ടി ഐറ്റംസ്. അപ്പോൾ ഇതുപോലത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാം. ഷോപ്പിൻ്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, പാല, കോട്ടയം ജില്ലയാണ്. ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലായിൽ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ്സ് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ പ്രോഡക്റ്റ് അയച്ചും തരുന്നതായിരിക്കും. താങ്ക് യു.